യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് മലയാളികൾ ഉൾപ്പെടെ 350-ലേറെ പേരിൽ നിന്ന് കോടികൾ തട്ടിയതായി പരാതി. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിച്ചു വരികയായിരുന്ന ജസ്റ്റ് സെറ്റ് ജേർണി എന്ന സ്ഥാപനമാണ് തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ മലയാളികളായ 6 പേർക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. ഹംഗറി, ലക്സംബർഗ്, ഓസ്ട്രിയ, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കായിരുന്നു ജസ്റ്റ് സെറ്റ് ജേർണി ജോലി വാഗ്ദാനം ചെയ്തത്. ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ റീലുകളിലൂടെയായിരുന്നു പരസ്യങ്ങൾ നൽകിയത്. റീലുകൾ കണ്ട ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിൽ ഫോൺ കോൾ ലഭിക്കുകയും ജോലി സാധ്യത വിശദീകരിച്ച് നൽകുകയും ചെയ്തു. പിന്നീട് 15,000 രൂപ പ്രോസസ്സിംഗ് ഫീസായി ആവശ്യപ്പെട്ടു. ഇതടച്ചതോടെയാണ് പലർക്കും സ്ഥാപനത്തെക്കുറിച്ച് സംശയം തുടങ്ങിയത്. വർക്ക് പെർമിറ്റ് ഉൾപ്പെടെ രേഖകൾ നൽകുന്നത് സ്ഥാപനം നീട്ടിക്കൊണ്ടുപോയി. പണമടച്ചവർ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ മാർച്ച് 10-ന് രേഖകൾ നൽകാമെന്ന് ഉറപ്പു നൽകി. ഇതും ലംഘിക്കപ്പെട്ടതോടെ ഉദ്യോഗാർത്ഥികളിൽ ചിലർ ബംഗളൂരു കൗഡനഹള്ളിയിലെ ഓഫീസിൽ നേരിട്ടെത്തി. എന്നാൽ മാർച്ച് 8 മുതൽ ഓഫീസ് തുറന്നിട്ടില്ലെന്നാണ് മനസ്സിലായത്. വഞ്ചിതരായെന്ന് മനസ്സിലായതോടെയാണ് ഉദ്യോഗാർത്ഥികൾ കൂട്ടമായി രാമമൂർത്തി നഗർ പോലീസിൽ പരാതി നൽകിയത്. മില, വിൻസെന്റ് റൊസാരിയ, അഭിഷേക്, അനിൽകുമാർ, ബിനീഷ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കണ്ണൂർ ഇരിട്ടി സ്വദേശികളും വയനാട് സ്വദേശിനിയുമാണ് തട്ടിപ്പിനു പിന്നിലെന്നാണ് സൂചന. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുള്ളവരും കർണാടകയിൽ നിന്നുള്ളവരും തട്ടിപ്പിനിരയായിട്ടുണ്ട്. പ്രതികളുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നതുൾപ്പെടെയുള്ള തീരുമാനത്തിലാണ് തട്ടിപ്പിനിരയായവർ. ന്യൂസ് മലയാളം, കണ്ണൂർ.